നമസ്കാരം. കോവിഡിനേക്കാൾ മാരകമായ മഹാമാരിയെ നേരിടാൻ ലോകം തയ്യാറായിരിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. ലോകമെമ്പാടും കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് WHO മേധാവി ടെഡ്രോസ് അഡാനം പുതിയ മഹാമാരിയെക്കുറിച്ച് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ എന്ന നിലയിൽ കോവിഡ് അവസാനിക്കുന്നുവെന്നത് ആഗോള ആരോഗ്യ ഭീഷണി എന്ന നിലയിലുള്ള കോവിഡിന്റെ അവസാനമായി കാണരുതെന്ന് ടെഡ്രോസ് അഡാനം പറഞ്ഞു. കോവിഡിന്റെ പുതിയ വകഭേദം മൂലം പുതിയ കേസുകളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനു പുറമെ കൂടുതൽ മാരകമായേക്കാവുന്ന പുതിയ വൈറസിന്റെ ഭീഷണി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. 76ാം ലോക ആരോഗ്യ അസംബ്ലിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടാണ് ടെഡ്രോസ് അഡാനം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. പുതിയ മഹാമാരി എത്തുമ്പോൾ നാം കൂടുതൽ സ്ഥിരതയോടെ ഒറ്റക്കെട്ടായി മറുപടി നൽകാൻ ഒരുങ്ങിയിരിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇടുക്കി പൂപ്പാറയിൽ റോഡിലിറങ്ങിയ കാട്ടാനയെ കാർ ഇടിച്ചു. വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്ക് പരിക്കേറ്റു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് സംഭവം. ആനയ്ക്ക് പരിക്കുണ്ടോ എന്ന് വ്യക്തമല്ല. ചൂണ്ടൽ സ്വദേശി തങ്കരാജിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിടിച്ചത് ചക്കക്കൊമ്പനെ ആണോ എന്ന് സംശയവുമുണ്ട്. ചൊവ്വാഴ്ച രാത്രി 7ഓടെയാണ് സംഭവം. തങ്കരാജും കുടുംബവും സഞ്ചരിച്ച കാറാണ് കാട്ടാനയെ ഇടിച്ചത്. പൂപ്പാറയിൽ നിന്ന് ചൂണ്ടിലേക്ക് പോകുമ്പോഴായിരുന്നു കാർ അപകടത്തിൽപ്പെട്ടത്. കാർ ഇടിച്ചതോടെ അക്രമാസക്തനായ ആന വാഹനം തകർക്കാൻ ശ്രമിച്ചെന്ന് നാട്ടുകാർ പറയുന്നു. ചെന്നൈ മംഗളൂരു എക്സ്പ്രസ് ട്രെയിനിൽ മെഡിക്കൽ വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിൽ നിന്നാണ് തൃശൂർ സ്വദേശി സനീഷിനെ പോലീസ് പിടികൂടിയത്. വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ഇയാൾ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. ട്രെയിൻ നീലേശ്വരത്ത് എത്തിയപ്പോൾ പെൺകുട്ടി ബഹളം വെക്കുകയും പ്രതി ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടുകയുമായിരുന്നു. വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ കാസർഗോഡ് റെയിൽവേ പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തി മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടിയത്. കോട്ടച്ചേരിയിലെ ഒരു തട്ടുകടയിൽ ഇരിക്കുകയായിരുന്ന പ്രതിയെ ആളുകൾ തിരിച്ചറിഞ്ഞിരുന്നു. തുടർന്ന് പോലീസ് എത്തി പ്രതിയെ പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾക്ക് VMTV ന്യൂസ് ചാനൽ സന്ദർശിക്കുക. ആശ്രയം സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. 50 രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു. 1ാം സമ്മാനം ഡിയോ സ്കൂട്ടർ, 2ാം സമ്മാനം 32 ഇഞ്ച് LED TV, 3ാം സമ്മാനം റെഫ്രിജറേറ്റർ, 4ാം സമ്മാനം മൈക്രോവേവ് ഓവൻ, 5ാം സമ്മാനം 1 ഗ്രാം ഗോൾഡ് കോയിൻ, 6ാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ, 7ാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ, 8ാം സമ്മാനം കുക്കർ 10 ലിറ്റർ, 9ാം സമ്മാനം കുക്കർ 5 ലിറ്റർ, 10ാം സമ്മാനം ഡിന്നർ സെറ്റ്. And electronics maintenance company.